ഒരു MLA-ക്കെതിരെ അല്ലെങ്കിൽ നിയമം അറിയുന്ന ആർക്കെങ്കിലുമെതിരെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടത്തിയാൽ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കഴിഞ്ഞ് അവിടവും കഴിഞ്ഞ് അമരവും കഴിഞ്ഞ് എന്ന് പറയുന്നത് പോലെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോ പറയുകയാണ് ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു, പണം ചോദിച്ചെങ്കിൽ അപ്പൊ തന്നെ ഒരു ക്രിമിനൽ കേസ് കൊടുക്കണമായിരുന്നു. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മുകേഷ് പരാതി കൊടുത്തിട്ടുണ്ടോ? മുകേഷ് ബ്ലാക്ക് മെയിലിംഗിനെതിരെ അവർക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകാത്ത മുകേഷ് വീണ്ടും ഒളിച്ചോട്ടം നടത്തുകയായിരുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചൊറ്റക്കെട്ടായി പറയുന്നു, മുകേഷ് MLA സ്ഥാനം രാജിവെക്കുക തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വേറെ മുട്ടാ തർക്കം കൊണ്ടുവന്ന് 25 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കിത് ബാധകമല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യയിൽ ആദ്യം ഏറ്റവും കൂടുതൽ തുടരെ ലൈംഗിക ചൂഷണത്തിനുള്ള പരാതി നേരിടേണ്ടി വന്ന ഏറ്റവും ആദ്യത്തെ മനുഷ്യരാണ് ഈ മുകേഷ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ പേടിയാണ് CPM-കാർക്ക്. കാരണം 11 ഖണ്ഡികകൾ മാറ്റിവെച്ചിരിക്കുക. ബലമായി ഞങ്ങൾ സംശയിക്കുന്നു മുകേഷ് അടക്കമുള്ള കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഇനിയും ആളുകളുടെ പേര് ആ 11 ഖണ്ഡികകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മറച്ചുവെക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നത്. ആ കടലാസുകൾ മറച്ചുവെക്കാൻ സർക്കാരിന് അനുവാദമില്ല, സാംസ്കാരിക വകുപ്പിന് അനുവാദമില്ല, മന്ത്രിക്ക് അനുവാദമില്ല, ആർക്കും അനുവാദമില്ല എന്നിരിക്കെ ആരൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ഖണ്ഡികകൾ മറച്ചു വെച്ചിരിക്കുന്നു. അതിനകത്ത് ഇതാണ് ട്രെൻഡെങ്കിൽ ആ 11 ഖണ്ഡികയില് 10 മുകേഷിന്റെ അടക്കമുള്ള പേര് കാണുമെന്നുള്ള ഒരു സംശയം ആർക്കും വേണ്ട. അത് പുറത്തു വരട്ടെ. മുകേഷിനെതിരെ ഇപ്പൊ ഇന്ന് നേരം എടുത്തപ്പോ പറയുന്നത് കേട്ടു, CPM-ന്റെ ആളുകൾ ഭയങ്കര നടപടിയായിപ്പോയി. കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ നടപടിയെടുത്തപ്പോ ഞാൻ ചോദിച്ചു, DYFI-ക്കാര് ലഡു വിതരണം തുടങ്ങി, സർക്കാരിന്റെ വിജയമാണ്. എവിടെ പോയി DYFI-ക്കാര്? ഇതിപ്പോ ആഫ്രിക്കയിലെങ്ങാണമായിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു കോലാഹലം? കേരളത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കേരളത്തിലെ തെരുവുകളിലൂടെ നടന്നതിന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നതിന് ഇപ്പൊ മുകേഷിന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ പറഞ്ഞത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് രാജിവെക്കണം. വലിയ കാര്യമായി പോയി. അമ്മയും ചലച്ചിത്ര നയരൂപീകരണ സമിതിയുമൊന്നും നമുക്കെന്താ? അതൊരു സംഘടനകളാണ്. നമ്മളെ സംബന്ധിച്ച് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഇരിക്കുന്നു ഇല്ലയോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമല്ല. മുകേഷ് യാതൊരു കാരണവശാലും കേരള നിയമസഭയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാല് ഇവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. മുകേഷ് ഇപ്പൊ എവിടെ കാണുന്നില്ല. ഒരു MLA ആണ്. നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. കൊല്ലത്തെ വീട്ടിലില്ല, തിരുവനന്തപുരത്തെ വീട്ടിലില്ല, വേറെ എങ്ങുമില്ല. എന്നാൽ ജാമ്യാപേക്ഷ കൊടുത്തോ അതുമില്ല. മുകേഷിനെ കാണാനില്ല എന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വല്ല കാര്യമുണ്ടോ? രാജിവെക്കാൻ ആവശ്യപ്പെട്ട പോലെ. അപ്പൊ മുകേഷ് ഇന്നലെ കൊല്ലത്തായിരുന്നു. ഞാൻ ഇതുപോലെയുള്ള UDF-ന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ പോയത്. കൊല്ലത്തെ ജനങ്ങള് അവിടെ സമരങ്ങളുടെ പരമ്പരയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരം, യൂത്ത് ലീഗിന്റെ സമരം, RYF-ന്റെ സമരം, പൊതു സംഘടനകളുടെ സമരം, മഹിളാ കോൺഗ്രസിന്റെ സമരം. കാരണം അവരെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ആ സമരത്തിലേക്ക് കിടക്കുന്നത്. അപ്പൊ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുവാൻ ഇപ്പൊ EP ജയരാജന്റെ ഒരു പ്രസ്താവന കണ്ടു. കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കോൺഗ്രസിനകത്ത് വേറെ കോൺഗ്രസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞതെന്താ? സ്ത്രീ സുരക്ഷ ഇവിടെ ഇല്ല. കേരളത്തിൽ സ്ത്രീ സുരക്ഷ വേണമെങ്കിൽ വാക്കത്തി തലച്ചടിയിൽ വെച്ച് കിടക്കാതെ സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ LDF-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളെ ഇപ്പൊ മലക്കം പറയുന്നത്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സജി ചെറിയാൻ രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ ഒരൽപ്പം പോലും മാറ്റമില്ല. 3 പേരുടെ രാജി നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒന്നാമതായി സജി ചെറിയാൻ, രണ്ടാമതായി മുകേഷ്, മൂന്നാമതായി ഞാൻ പറയട്ടെ, പത്തനംതിട്ടയ്ക്ക് ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി എല്ലാ മേഖലയിലും നമുക്കറിയാം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മന്ത്രി. അവര് ഇന്ത്യ വിഷനില് അവര് മാധ്യമ പ്രവർത്തകയായിരുന്നപ്പോ മുകേഷുമായി ബന്ധപ്പെട്ട, ഞാൻ അവരുടെ പേര് പറയുന്നില്ല കാരണം ബന്ധവും അതൊന്നും പറയാൻ പാടില്ല, തെന്നിന്ത്യൻ മേഖലയില് ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നടി കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗർഭിണിയായിരുന്നപ്പോൾ വയറ്റത്തെ ചവിട്ടിയതടക്കം പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ വിഷന്റെ മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണണം. അത് പബ്ലിക് ഡൊമൈനിൽ ഇന്നിപ്പോ എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ക്യാബിനറ്റിൽ അവരിയ്ക്കുകയല്ലേ? വീണ ജോർജിന് വാ തുറന്ന് പറയാൻ പാടില്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയുന്നവരാണല്ലോ.
അവരത് ചെയ്യോ? അവർക്കൊക്കെ എന്താ മിണ്ടാത്ത? അവർ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പറയും ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച്? അതാ വീണ ജോർജ് എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ വന്ന സ്ത്രീകളുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും മന്ത്രിയാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ ഇതിനകത്ത് CPM ഒളിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഏറെക്കാലമായിട്ട് ദൃശ്യമാധ്യമ സംസ്കാരം നമ്മുടെ നാട്ടിൽ തുടങ്ങിയ കാലം മുതൽ സ്ത്രീ പ്രശ്നങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളെ ഇന്നലെയൊക്കെ ചർച്ച ഞങ്ങൾ ഇവരെ കാണുന്നില്ല. എനിക്ക് കുറെ ആളുകൾ എവിടെ നിന്ന് അന്വേഷിച്ചറിഞ്ഞാൽ കൊള്ളാനുണ്ട്. സത്യത്തിൽ രാഹുൽ പാങ്കൂട്ടമാണ് അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. എവിടെ പോയി ഡിവൈഎഫ്ഐക്കാർ? ഒരൊറ്റ ഓടത്തിനെ കാണാനില്ലല്ലോ. ഇത്രയും വലിയ പ്രശ്നം കേരളത്തെ മാലിന്യമാക്കി മാറ്റുന്ന ഇത്രയധികം പ്രശ്നമുണ്ടായിട്ട് ഒന്ന് ശബ്ദിക്കാൻ ഒരു പൊടി പോലും കാണുന്നില്ല ഡിവൈഎഫ്.